വാർത്ത തുടരുന്നു. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാൽദ സിയ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ധാക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. നെഞ്ചിലെ അണുബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണിവർ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ബീഗം ഖാൽദ സിയ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 80 വയസ്സായിരുന്നു ഇവരുടെ പ്രായം. ധാക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇവരുടെ അന്ത്യം. അസുഖബാധിതയായി അപ്പോളോ ആശുപത്രിയിൽ ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സൺ ആയിരുന്നു ഇവർ. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ മന്ത്രിയും കൂടിയായിരുന്നു ഇവർ. 1991 ഖാലിദ് സിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകുന്നത്. 96 വരെ സ്ഥാനത്ത് തുടർന്നു. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും കാലാവധി ഇവർക്ക് പൂർത്തിയാക്കാനായിരുന്നില്ല. പിന്നീട് 2001-2006 കാലത്തും ഇവർ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുകയുണ്ടായി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി സിയ റഹ്മാന്റെ ഭാര്യയാണ് ഖാലിദ് സിയ. ഭർത്താവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1981 സിയ ഭരണ നേതൃത്വത്തിലേക്ക് എത്തിയത്. ഈ കാലത്ത് ബംഗ്ലാദേശിൽ പട്ടാള ഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ഖാലിദ് സിയ. 2018 പക്ഷേ അഴിമതി കേസിൽ ഇവർ തടവിലാക്കപ്പെടുകയുണ്ടായി. പിന്നീട് ആരോഗ്യപരമായ കാരണം ചൂണ്ടിക്കാണിച്ചാണ് ശിക്ഷയൊക്കെ മരവിപ്പിച്ചത്. ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ചതോടെ 2024 ഓഗസ്റ്റിലാണ് ഇവർ ജയിൽ മോചിതരായത്. പിന്നാലെ 2025 എല്ലാ അഴിമതി കേസിലും അവരെ ബംഗ്ലാദേശ് സുപ്രീം കോടതി കുറ്റവിമുക്തയാക്കിയിരുന്നു. ഇപ്പോഴിതാ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ബീഗം ഖാൽദ സിയ അന്തരിച്ചു എന്ന ഒരു വാർത്തയാണ് എത്തുന്നത്. 80-ാമത്തെ വയസ്സിലാണ് ഇവർ മരണമടഞ്ഞത്. ധാക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇവരുടെ അന്ത്യം.